നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ഇളമാട് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ADGP S ശ്രീജിത്ത് IPS ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി. ഇളമാട് ഭരണിക്കാവ് ക്ഷേത്രം ട്രസ്റ്റിയും ലാറ്റക്സിന്റെ മുൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ G രാജ്മോഹന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ക്ഷേത്ര സന്ദർശനം നടത്തിയത്. മീനഭരണി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിൽ നടന്ന പള്ളി ഉണർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ADGPയെ ആദരിക്കുകയും ചെയ്തു. ഉത്സവ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ക്ഷേത്രത്തിനുള്ളിൽ കീർത്തനം ആരംഭിച്ചു. ഭാര്യയോടൊപ്പമാണ് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ. ക്ഷേത്രത്തിന്റെ പേരിൽ വിഭജനങ്ങളുടെ പേരിൽ എല്ലാ നല്ലവരായ വിഭജനങ്ങളുടെ പേരിൽ ഞാൻ സുസ്ഥിരമായ നിർമ്മാണങ്ങൾ പരിഗണിച്ച് ആദരിക്കുകയാണ്. ദീർഘകാലനായിട്ടാണ് നടത്തുന്നത്. ഈ ഒരിക്കൽ അദ്ദേഹം സൗകര്യമുള്ള അദ്ദേഹത്തിന്റെ ശബരിമലയുടെ പ്രത്യേക 3-ാം തീയതി വരാൻ പറ്റി. എല്ലാവരും വരാൻ പറ്റി. ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് നമ്മുടെ നാട്ടിന്റെ പ്രതിനിധിയായിട്ടുള്ള 2 വാക്കുകൾ അനുമോദനമായിട്ട് പറയാൻ ഈ അമ്മയുടെ തീരുമാനം നടപ്പാവുന്ന രീതി അനുസരിച്ചിട്ടാണ് നമ്മള് ഈ അവിടെ മനസ്സിലായി സത്യം പറഞ്ഞ ചെറിയൊരു മാതാവസ്ഥയാണ് ഈ അമ്മയുടെ ചടങ്ങുകൊണ്ടിട്ട് കിളിപോയിരിക്കുന്നത്. ആ അവസ്ഥയില് അമ്മയുടെ തീരുമാനം അനുസരിച്ച് ഞാൻ വിദ്യാർത്ഥികളെന്ന് എനിക്ക് മനസ്സിലായി. സംഗീത കലാവായി ആരെങ്കിലും എന്നെ അംഗീകരിക്കുന്നു. ഞാൻ ജീവിതത്തിൽ സംഗീതം പഠിപ്പിച്ചില്ല. ഞാൻ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞത് 12 സ്ഥലമാണ്. 3-ാം തീയതി ഞാൻ ആകെ ചെയ്തത് സ്ഥിരമായിട്ട് അവിടെ പോകാം. എല്ലാ മാസവും പോകും. അവിടെയുള്ള അമ്മയുടെ സങ്കല്പം അമ്മ റൗഹിടായിരിക്കുന്ന പേര് സ്ഥലങ്ങൾ 2 സ്ഥലങ്ങളിലൂടെ സംഗീതവും സാഹിത്യവും സിദ്ധികളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഓടുന്ന പാല് മക്കളെ കുളിപ്പിക്കാൻ വേണ്ടി റൗഹിടാതിരിക്കുന്ന അമ്മയുടെ സങ്കല്പമാണ് പോകുന്നത്. അവിടെ പോകുന്നപ്പോൾ ഞാൻ പോലും അറിയാതെ എവിടേക്കോ പാടാൻ നിർബന്ധിതനായി. ജീവിതത്തിൽ എനിക്ക് പാടാൻ സാധിക്കും. പണ്ടുപാട്ട് പാടുന്നതല്ലാതെ ഒരു പിന്നലെ രാത്രി കച്ചേരി. അപ്പൊ കച്ചേരിയൊക്കെ വളരെ ഈസിയാണ്. അപ്പൊ ഞാന് എന്റെ ദൈവത്തിനോട് ചോദിക്കട്ടെ, ദൈവത്തിന് പ്രശ്നത്തിനോട് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താണ് എന്റെ മയമായ എനിക്ക് ആദ്യം കിട്ടുന്ന വേദി തിരുവയ്യാറ് ത്യാഗോത്സവമാണ്. അവിടെ ഞാൻ പാടാൻ നേരത്തെ ഞാൻ കാണുന്നത് 30 കച്ചേരി നടത്തിയിട്ടുള്ള ആളുകൾ അവിടെ അവസരത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണ്. അവിടെ വിളിച്ചെന്നെ പാടിക്കുകയാണ്. ഞാൻ എന്താണ് അമ്മ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. സാർ അവിടെ പോയി കുടിച്ചതല്ലേ, അത് എന്തെങ്കിലും ശാസ്ത്രജ്ഞതയാണ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിശ്ചിതമായ കാലിനെ കുറിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ നടത്താൻ സാധിക്കില്ല. ആ പ്രകടനപരതയുടെ ബാക്കിപത്രമാണ് അമ്മ ഇവിടുന്ന് ഇതിനുള്ളിൽ വെച്ച് എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ്, ഒരു ക്ഷേത്രത്തിനുള്ളിൽ എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ അമ്മയുടെ നിശ്ചയം നടത്തില്ല. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് ശരിയായി പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മൂർത്തിയുടെ ശരീരമാണ് യഥാർത്ഥത്തിൽ. ഇവിടെ ഈ പ്രതിഷ്ഠാകർത്താവും തന്ത്രിയുമായിട്ടുള്ള
ആ അമ്മയുടെ ചേർന്നുള്ള ശരീരം, യോഗ ശരീരമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ശരീരത്തിന് പോകുമ്പോൾ നിന്ന് തന്നെ നീ മേടിച്ചാൽ മതി എന്നുള്ള തീരുമാനം കൊണ്ടാണ് ഗംഗാധര മോഹനം വന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം എന്റെ വാക്കുകൾ തെറ്റിപ്പോയത്. എന്റെ വാക്കുകൾ ഞാൻ തെറ്റിക്കാറില്ല, പറഞ്ഞ വാക്ക് ചെയ്യാറുള്ള കൂടുതലാണ്.